നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കണ്ടക്റ്റിംഗ് കമ്പണൻറ്റ് ലെവൽ ഡിസൈൻ. ഇപ്പോൾ നമ്മൾ കമ്പണൻറ്റ് ലെവൽ ഡിസൈനിൻ്റെ പ്രിൻസിപ്പിൾസും അല്ലേ അതിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഹൗ വി കണ്ടക്ട് എ കമ്പണൻറ്റ് ലെവൽ ഡിസൈൻ. എങ്ങനെയാണ് നമ്മളൊരു കമ്പണൻറ്റ് ലെവൽ ഡിസൈൻ ചെയ്യാൻ നോക്കാം. ഓക്കെ, recognizes all design classes that correspond to the problem domain as defined in the analysis model and architectural model. അപ്പോൾ നമുക്ക് എന്തൊക്കെ ക്ലാസ്സസ് ഉണ്ടാവും, ഏതൊക്കെയാണ് നമ്മളൊരു ആപ്ലിക്കേഷന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്തൊക്കെ ക്ലാസ്സസ് വേണം എന്നുള്ളത് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. അത് നമ്മൾ ഏതൊക്കെ ക്ലാസ്സാണ് വേണ്ടി വരിക എന്നുള്ളത് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം. ഒരു എക്സാമ്പിൾ ആണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു സ്കൂളിലേക്കോ അല്ലെങ്കിൽ ഒരു കോളേജിൻ്റെയൊക്കെ എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ എടുക്കുകയാണെങ്കിൽ അവിടെ വരാവുന്ന ക്ലാസ്സസ് എന്തൊക്കെയാണ്? ഇപ്പോൾ ടീച്ചർ ഉണ്ടാവും അല്ലേ, ടീച്ചർ എന്ന് പറഞ്ഞ ക്ലാസ് ഉണ്ടാവും, കോഴ്സ്, സ്റ്റുഡൻസ് അല്ലേ, സബ്ജക്റ്റ്, ദെൻ അറ്റൻഡൻസ്, അങ്ങനെ പല ക്ലാസ്സുകളും ഉണ്ടാവും അല്ലേ. സോ അതേപോലെ നമുക്കൊരു ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷനിൽ ഉണ്ടാവുന്ന പോസിബിൾ ക്ലാസ്സസ് എന്തൊക്കെയാണെന്നുള്ളത് ഫസ്റ്റ് വി ഹാവ് ടു ഐഡൻറ്റിഫൈ ദാറ്റ്. ഓക്കെ, ദെൻ എന്തൊക്കെ റെക്കഗ്നൈസ് അല്ലെങ്കിൽ എന്തൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യണം നോക്കാം. ഫസ്റ്റ് വൺ, റെക്കഗ്നൈസസ് ഓൾ ഡിസൈൻ ക്ലാസ്സസ് ദാറ്റ് കറസ്പോണ്ട് ടു ദി ഇൻഫ്രാസ്ട്രക്ചർ ഡൊമെയിൻ. നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡൊമെയിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്ലാസ്സസ് എന്തൊക്കെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാം. നെക്സ്റ്റ്, describe all design classes that are not acquired as reusable components and specifies message detail. നമ്മളൊരു ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷന് യൂസ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സസും നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റണം എന്നില്ല അല്ലേ. ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞാൽ നമുക്ക് കുറേ കമ്പണൻസ് അല്ലെങ്കിൽ കുറേ ക്ലാസ്സസ് ഒക്കെ റീയൂസബിൾ ആയിരിക്കും, പക്ഷേ നമുക്ക് ആപ്ലിക്കേഷൻ സ്പെസിഫിക് ആയിട്ട് കുറച്ച് ക്ലാസ്സസ് ഉണ്ടാവും അല്ലേ. അങ്ങനെ ഓരോന്നിനും സ്പെസിഫിക് ആയിട്ട് അത് നമുക്ക് വേറൊരു ആപ്ലിക്കേഷനിലേക്ക്, ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ CCSITക്ക് വേണ്ടിയിട്ടൊരു ക്ലാസ് ഉണ്ടെന്ന് വിചാരിക്കുക, അത് നമുക്ക് വേറൊരു കോളേജിൻ്റെ ആപ്ലിക്കേഷൻ നമുക്കത് യൂസ് ചെയ്യാം. ചിലത്, എല്ലാമല്ല ചില കാര്യങ്ങൾ നമുക്ക് വേറൊരു കോളേജിൻ്റെ ആപ്ലിക്കേഷനിലേക്ക് നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റണമെന്നില്ല. സോ അതേപോലുള്ള നോൺ റീയൂസബിൾ ക്ലാസ്സസ് ഏതൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിക്കാം. ഓക്കെ, ദെൻ ഐഡൻറ്റിഫൈസ് അപ്രോപ്രിയേറ്റ് ഇൻ്റർഫേസസ് ഫോർ ഈച്ച് കമ്പണൻറ്റ് ആൻഡ് എലോബറേറ്റ്സ് ആട്രിബ്യൂട്ട്സ് ആൻഡ് ഡിഫൈൻസ് ഡാറ്റ ടൈപ്സ് ആൻഡ് ഡാറ്റ സ്ട്രക്ചേഴ്സ് റിക്വയർഡ് ടു ഇംപ്ലിമെൻറ്റ് ദം. ഇനി നമുക്ക് ഓരോ കമ്പണൻറ്റിനും വേണ്ട ഇൻ്റർഫേസ് എന്തൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിക്കുക. ഇൻ്റർഫേസ് നമുക്ക് അതിൽ എന്തൊക്കെ വേണമെന്ന്, ആ ഇൻ്റർഫേസിൽ എന്തൊക്കെ വേണമെന്ന് കണ്ടുപിടിക്കുക. ആ ഒരു കമ്പണൻ്റ് ആട്രിബ്യൂട്ട്സും അതിലെ ഡാറ്റ ടൈപ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. Then describes processing flow within each operation in detail by means of pseudocode or UML activity diagrams. നമ്മൾ ആക്ടിവിറ്റി ഡയഗ്രാം കണ്ടിട്ടുണ്ട് അല്ലേ. ആക്ടിവിറ്റി ഡയഗ്രാം എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ആപ്ലിക്കേഷനുള്ളിൽ എന്തൊക്കെ പ്രോസസ്സുകൾ എന്തൊക്കെ പ്രോസസ്സുകളാണ് നടക്കുന്നത്, എന്തൊക്കെ ആക്ടിവിറ്റീസാണ് നടക്കുന്നത് എന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്ന ഒരു ഡയഗ്രാമാണ് എന്ത്, ആക്ടിവിറ്റി ഡയഗ്രാം എന്ന് പറയുന്നത്. സോ ഈ UMLൻ്റെ ആക്ടിവിറ്റി ഡയഗ്രാം വെച്ചിട്ട് എന്തൊക്കെ ഓപ്പറേഷൻസ് ആണ് നമ്മുടെ അല്ലെങ്കിൽ എന്തൊക്കെ പ്രോസസ്സാണ് ഈ ഒരു ആപ്ലിക്കേഷനുള്ളിൽ നടക്കുന്നത് എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. Then describes persistent data sources and identifies the classes required to manage them. നമുക്ക് ചില ഡാറ്റ എന്ന് പറയുന്നത് പെർമനൻറ്റ് ഡാറ്റ ആയിരിക്കും, ചില ഡാറ്റാസ് എന്ന് പറയുന്നത് they will be temporary. ഓക്കെ, അപ്പോൾ പെർമനൻ്റ് ആയിട്ടുള്ള ഡാറ്റാസ് എന്തൊക്കെയാണ്, അത് നമ്മൾ പെർസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ പെർമനൻ്റ് എന്നാണ് കേട്ടോ. സോ ഏതൊക്കെയാണ് പെർസിസ്റ്റൻ്റ് ഡാറ്റ സോഴ്സസ് എന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യുക, ആൻഡ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അല്ലെങ്കിൽ അതിന് മാനേജ് ചെയ്യാൻ പറ്റുന്ന ക്ലാസ്സസൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ഏതൊക്കെ ക്ലാസ്സസ് ആണ് വേണ്ടി വരിക എന്നുള്ളതൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ദെൻ ഡെവലപ്പ് ആൻഡ് എലോബറേറ്റ്സ് ബിഹേവിയറൽ റെപ്രസെൻറ്റേഷൻ ഫോർ എ ക്ലാസ് ഓർ കമ്പണൻറ്റ്. ദിസ് ക്യാൻ ബി ഡൺ ബൈ എലോബറേറ്റിംഗ് ദ UML സ്റ്റേറ്റ് ഡയഗ്രാംസ് ക്രിയേറ്റഡ് for the analysis model and by examining all use cases that are relevant to the design class. അപ്പം പിന്നെന്താ വേണ്ടത്, നമുക്ക് ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ ബിഹേവിയർ എന്താണെന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അത് നമുക്ക് ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിലുള്ള കമ്പണൻസിൻ്റെ ബിഹേവിയർ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡയഗ്രാമാണ് നമ്മുടെ സ്റ്റേറ്റ് ഡയഗ്രാം. സ്റ്റേറ്റ് ഡയഗ്രാം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റേറ്റ് ഡയഗ്രത്തിൽ എന്താണ്, ഒരു ഒബ്ജക്റ്റിന് എന്തൊക്കെ സ്റ്റേറ്റ്സ് ആണ് ഉണ്ടാവുക, അതുപോലെ ഒരു ഒബ്ജക്റ്റ് ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റേ സ്റ്റേറ്റിലേക്ക് എപ്പോഴാണ് മൂവ് ആവുക, അങ്ങനെയുള്ള കാര്യങ്ങൾ അതിൻ്റെ ബിഹേവിയർ അല്ലേ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ബിഹേവിയേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യാം, UMLൻ്റെ സ്റ്റേറ്റ് ഡയഗ്രാം യൂസ് ചെയ്യാം. ഓക്കെ,
Then elaborates deployment diagrams to provide additional implementation detail. ഇത് കൂടാണ്ട് നമുക്ക് അഡീഷണൽ ഡീറ്റെയിൽസ് ഒക്കെ ഇതാക്കണമെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? UML ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രം നമ്മൾ കണ്ടതാണ് അല്ലേ? ഏതൊക്കെ സോഫ്റ്റ്വെയർസ് ഏതൊക്കെ ഹാർഡ്വെയർസിൻ്റെ ഉള്ളിലാണ് വെച്ചിട്ടുള്ളത് ആ കാര്യമാണ് ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രത്തിലുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രംസ് നമുക്ക് ഇതിൽ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ആൻഡ് ദെൻ demonstrates the allocation of key packages or classes of components in a system by using class instances and designing specific hardware and operating system environment. നമ്മൾ ഈ ആപ്ലിക്കേഷനിലുള്ള കുറേ ക്ലാസ്സസ് ഇല്ലേ, അതിലുള്ള കീ ക്ലാസ്സസ് എന്തൊക്കെയാണ്, പാക്കേജസ് കീ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള അങ്ങനെയുള്ള കീ ക്ലാസ്സസും പാക്കേജസ് ഒക്കെ എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാം. ആൻഡ് ഫൈനലി ദ ഫൈനൽ ഡിസിഷൻ ക്യാൻ ബി മെയ്ഡ് ബൈ യൂസിങ് എസ്റ്റാബ്ലിഷ്ഡ് ഡിസൈൻ പ്രിൻസിപ്പിൾസ് ആൻഡ് ഗൈഡ് ലൈൻസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഓരോ സ്റ്റെപ്സ്, ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ നമ്മൾ ഫൈനൽ എങ്ങനെ എടുക്കണം എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമ്മൾ ഫസ്റ്റിനെ പറഞ്ഞായിരുന്നു, നമ്മൾ ഈ ഒരു കമ്പണന്റ് ലെവൽ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ അതിന് സർട്ടൻ ഗൈഡ് ലൈൻസ് ഉണ്ടാവുമെന്ന് പറഞ്ഞു അല്ലേ? ആ ഗൈഡ് ലൈൻസ് വെച്ചിട്ട് മാത്രമേ നമുക്കത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് നമുക്കിത് റീയൂസ് ചെയ്യാനുള്ള സാധനമാണ് അല്ലേ? കമ്പണൻസ് ഒക്കെ റീയൂസ് ചെയ്യാനുള്ള. അപ്പോൾ നമ്മൾ ആ ഗൈഡ് ലൈൻസ് കണക്കാക്കിയിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിലും വി ഹാവ് ടു ഫോളോ ദി ഗൈഡ് ലൈൻസിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. And experienced designers consider all of the alternative design solution before settling on the final design model. അതുപോലെ ഈ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡിസൈനേഴ്സ് എന്താ ചെയ്യുക? എല്ലാ പോസിബിൾ മെത്തേഡും നോക്കും. അതായത് നമുക്കൊരു കാര്യം ചെയ്യാൻ ഒരുപാട് മെത്തേഡ്സ് ഉണ്ടാവും, പല വഴിയും ചെയ്യാൻ പറ്റും. അങ്ങനെ ഉള്ള എല്ലാം കൺസിഡർ ചെയ്തിട്ട് അതിൽ ബെസ്റ്റ് ഏതാണ് എന്നുള്ളത് അവരതിൽ നിന്ന് സെലക്ട് ചെയ്യുകയാണ് ചെയ്യുക. എന്നിട്ടാണ് ബെസ്റ്റ് ഏതാണ് ചൂസ് ചെയ്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കമ്പണന്റ് ലെവൽ ഡിസൈനിന് വരുന്ന വേരിയസ് ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇങ്ങനെയുള്ള ഗൈഡ് ലൈൻസ് ഒക്കെ വെച്ചിട്ട് കമ്പണന്റ് ലെവൽ ഡിസൈനാണ് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഈസ് ഓഫ് ഡിപ്ലോയ്മെൻറ്റ്. നമുക്ക് ഈസിലി നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷന് അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷനിലേക്ക് നമുക്ക് ഈ വേരിയസ് കമ്പണൻസിനെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഈസിലി ഡിപ്ലോയ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ആപ്ലിക്കേഷനും ഈസിലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിപ്ലോയ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതിനെ ഓരോ പുതിയ വേർഷൻസിലേക്കൊക്കെ നമ്മൾ പറയില്ല എക്സ്റ്റെൻഡിബിളാണ്, റീപ്ലേസബിൾ ആണെന്നൊക്കെ കുറേ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് അതിലേക്ക് പുതിയ വേർഷൻസ് ആഡ് ചെയ്യാനൊക്കെ നമുക്ക് കുറേയും കൂടി ഈസി ആയിരിക്കും. അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് ആപ്ലിക്കേഷനിലുള്ള ഏതെങ്കിലും ഒരു കമ്പണൻറ്റിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വി ക്യാൻ ഈസിലി റീപ്ലേസ് ദാറ്റ്. അതൊക്കെ നമ്മൾ പഠിച്ച കാര്യമല്ലേ? അപ്പോൾ കമ്പണന്റ് ലെവൽ ഡിസൈൻ യൂസ് ചെയ്യുമ്പോൾ അവിടെ വരുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഈസ് ഓഫ് ഡിപ്ലോയ്മെൻറ്റ്. നെക്സ്റ്റ് ഇസ് എ റെഡ്യൂസ് കോസ്റ്റ്. നമുക്കറിയാം സിൻസ് വി ആർ ഓൾറെഡി യൂസിങ് റീയൂസബിൾ കമ്പണൻസ്, ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ള റീയൂസബിൾ കമ്പണൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ? സോ ഇറ്റ് റെഡ്യൂസസ് ബോത്ത് കോസ്റ്റ് ആൻഡ് ടൈം അല്ലേ? നമുക്ക് ആ ഒരു കമ്പണൻറ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കമ്പണൻസ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള കോസ്റ്റും അതിനാവശ്യമായിട്ടുള്ള ടൈമും രണ്ടും നമുക്ക് കുറഞ്ഞു കിട്ടും. ദെൻ ഈസ് ഓഫ് ഡെവലപ്മെൻറ്റ്. കമ്പണൻസ് ഇംപ്ലിമെൻറ്റ് വെൽ നോൺ ഇൻ്റർഫേസ് ടു പ്രൊവൈഡ് ഡിഫൈൻഡ് ഫങ്ഷനാലിറ്റി അലൗവിങ് ഡെവലപ്മെൻറ്റ് വിത്തൗട്ട് ഇമ്പാക്റ്റിംഗ് അതർ പാർട്സ് ഓഫ് ദ സിസ്റ്റം. നമുക്കിങ്ങനെ റീയൂസ് ചെയ്യുന്ന കമ്പണൻസിൽ ഈ കമ്പണൻസിനൊക്കെ എന്തുണ്ട്? വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഇൻ്റർഫേസ് ഉണ്ട് അല്ലേ? ഈ ഇൻ്റർഫേസ് വഴിയാണ് നമ്മൾ കമ്പണൻസ് ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള നല്ല വെൽ ഡിഫൈൻഡ് ഇൻ്റർഫേസ് ഉള്ളത് കൊണ്ട് നമുക്ക് ആ കമ്പണൻസിനെ ഈസി ആയിട്ട് നമ്മുടെ ആപ്ലിക്കേഷനിലേക്ക് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ദെൻ റീയൂസബിൾ. നമുക്കറിയാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ് അല്ലേ? ദ യൂസ് ഓഫ് റീയൂസബിൾ കമ്പണൻസ് മീൻസ് ദാറ്റ് ദേ ക്യാൻ ബി യൂസ് ടു സ്പ്രെഡ് ദ ഡെവലപ്മെൻറ്റ് and maintenance costs across several application or system. നമുക്ക് reusable components ആണല്ലോ. So these components can be reused for many different applications. നമുക്ക് പല കമ്പണൻസും നമ്മൾ ഇതിൽ ഇൻ കേസ് ചില കമ്പണൻസ് നമുക്ക് ഇതിനായിട്ട് ഡെവലപ്പ് ചെയ്തായിരിക്കും, എന്നാൽ കൂടി വി ക്യാൻ യൂസ് ദോസ് കമ്പണൻസ് അല്ലെങ്കിൽ വി ക്യാൻ റീയൂസ് ദോസ് കമ്പണൻസ് ഫോർ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ആപ്ലിക്കേഷൻ. പല ആപ്ലിക്കേഷൻസിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ദെൻ മോഡിഫിക്കേഷൻ ഓഫ് ടെക്നിക്കൽ കോംപ്ലക്സിറ്റി. നമുക്കിങ്ങനെയുള്ളത് കൊണ്ട് ടെക്നിക്കൽ കോംപ്ലക്സിറ്റീസ് കുറയും. കാരണം നമ്മളിവിടെ എന്താ കമ്പണൻസ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ? സോ അതും ടെക്നിക്കൽ കോംപ്ലക്സിറ്റി ഇവിടെ കുറവായിരിക്കും. ദെൻ റിലയബിലിറ്റി. റിലയബിലിറ്റി എന്ന് പറയാൻ കാരണം നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? നമ്മൾ എക്സിസ്റ്റിംഗ് കമ്പണൻസ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ? ആൻഡ് ആ കമ്പണൻസ് പറഞ്ഞാൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് പ്രൂവ് ചെയ്തിട്ടുള്ള കമ്പണൻസിനാണ് നമ്മൾ വീണ്ടും യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ എന്തായിരിക്കും? അത് കുറച്ചും കൂടി റിലയബിൾ ആയിരിക്കും, മറ്റ് എറർ കുറവായിരിക്കും, എറർ ഫ്രീ ആയിട്ടുള്ള സാധനമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ വി ക്യാൻ ഈ ഇങ്ങനെയുള്ള കമ്പണൻസ് എന്ന് പറയുന്നത് റിലയബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ദ ഓവറോൾ സിസ്റ്റം എന്തായി മാറും? റിലയബിളായി മാറും.
Then next is the system maintenance and evolution. Easy to change and update the implementation without affecting the rest of the system. നമ്മളിങ്ങനെ കമ്പണൻറ്റ് ലെവൽ ഡിസൈനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വി ക്യാൻ ഈസിലി ചേഞ്ച് ആൻഡ് അപ്ഡേറ്റ് ദ ഇംപ്ലിമെൻറ്റേഷൻ. സിസ്റ്റത്തിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നമുക്ക് ഈസി ആയിട്ട് ചേഞ്ച് ചെയ്യാനും പറ്റും, അപ്ഡേറ്റ് ചെയ്യാനും പറ്റും. ആൻഡ് ഫൈനലി ഇൻഡിപെൻഡൻസി ആൻഡ് ഫ്ലെക്സിബിൾ കണക്ടിവിറ്റി ഓഫ് കമ്പണൻസ്. നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടും അതുപോലെ ഫ്ലെക്സിബിൾ ആയിട്ടും കമ്പണൻസിനെ നമ്മൾ ആപ്ലിക്കേഷനിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ഡെവലപ്മെൻറ്റ് ഓഫ് കമ്പണൻസ് ബൈ ഡിഫറെൻറ്റ് ഗ്രൂപ്പ് ഇൻ പാരലൽ, പ്രൊഡക്ടിവിറ്റി ഓഫ് ദ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ആൻഡ് ഫ്യൂച്ചർ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഒരു കമ്പണൻറ്റ് കഴിഞ്ഞിട്ട് അടുത്ത കമ്പണൻറ്റ് വെയിറ്റ് ചെയ്യണ്ട, അത് എല്ലാ കമ്പണൻസും ഇൻഡിപെൻഡൻ്റ് ആണല്ലോ. സോ മെനി പീപ്പിൾ ക്യാൻ ഡെവലപ്പ് ഡിഫറെൻറ്റ് കമ്പണൻസ് പാരലലി. ഒരുമിച്ച് ഒന്നിലധികം കമ്പണൻസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ബിക്കോസ് എന്താണ്, ഈ കമ്പണൻസ് തമ്മിൽ ഡിപ്പെൻഡൻ്റ് അല്ല, ദേ ആർ ഇൻഡിപെൻഡൻ്റ്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാനും പറ്റും. സോ ആൻഡ് ഈസിലി ഇത് തമ്മിൽ ഫ്ലെക്സിബിളായിട്ട് നമുക്ക് കണക്ട് ചെയ്യാനും പറ്റും. ഓക്കെ. ഇത്രയാണ് നമ്മൾ കമ്പണൻറ്റ് ലെവൽ ഡിസൈനിൽ വരുന്ന അഡ്വാൻറ്റേജസ്. ക്ലിയർ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ലാസ്റ്റ് ക്ലാസ്സിലുള്ളതും ഇതും കൂടി. ഇതാണ് നമ്മുടെ കമ്പണൻറ്റ് ലെവൽ ഡിസൈനിൽ വരിക. ഓക്കെ. താങ്ക് യു.